പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിലും ആത്മനിയോഗത്തിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി നടക്കും. വിശ്വസിച്ചവർ സ്തോത്രം ചെയ്തോണം. സ്തോത്രം. ദൈവത്തിന് നമ്മെ അറിയാമോ മക്കളെ? നമ്മുടെ വീട് അറിയാമോ? നമ്മുടെ സിറ്റുവേഷൻ വല്ലതും അറിയാമോ? പറയാം. ഞാൻ പ്രധാന ദൂതിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻട്രോ ആയി ചില കാര്യം പറയാം. ദൈവം അറിയുന്നു. എങ്ങനെ അറിയുന്നു? അടുത്തറിയുന്നു. മാറിൽ കരം വെച്ച് പറയാമോ? എന്നെ അടുത്തറിയുന്നവനാണ് എൻ്റെ ദൈവം. He can understand you better than anyone else. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ദൈവം ഗിദെയോനോട് ഇങ്ങനെ പറഞ്ഞു, ഗിദെയോനെ, നിന്റെ അപ്പന്റെ വീട്ടിലെ തൊഴുത്തിൽ 2 കാളയുണ്ട്. സ്തോത്രം. 2ാമത്തെ കാളയ്ക്ക് 7 വയസ്സ് പ്രായമുണ്ട്. നീ അതിനെ യാഗം കഴിക്കണം. അപ്പൊ വീട്ടിൽ തൊഴുത്തുണ്ടോ ഇല്ലയോ എന്ന് പറയണ്ട, അറിയാം. ഹലോ, എത്ര കാളയുണ്ട് പറയണ്ട, അറിയാം. കാളയുടെ പ്രായം അറിയാമെങ്കിൽ നിന്റെ തലമുറയുടെ പ്രായം അറിയത്തില്ലയോ? എൻ്റെ കുഞ്ഞിൻ്റെ വഴി എന്തി അപ്പാ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, കാളയുടെ പ്രായത്തെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ദൈവത്തിന് നിന്റെ കുഞ്ഞിൻ്റെ പ്രായത്തെ അറിയത്തില്ലയോ? സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ചെയ്യും. ഇന്ന് രാത്രിയിലും കരുതാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ ദൈവം എന്ന് പറ. സ്തോത്രം. പിശാച് അത് കേട്ട് ലജ്ജിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. നിന്റെ തലകുനിപ്പിക്കുമെന്ന് പിശാച് പറയുമ്പോൾ ഈ രാത്രി പറ, എൻ്റെ ദൈവം ജീവിക്കുന്നു. അവൻ എന്നെ അറിയുന്നു, എന്നെ അടുത്തറിയുന്നു. എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ്. രണ്ടാമത് ഗിദെയോനോട് പറയുന്നു, ഗിദെയോനെ, നാളെ രാത്രിയിൽ നീ ശത്രുപാളയത്തിലേക്ക് ചെല്ലണം. സ്തോത്രം, സ്തോത്രം. മിദ്യാന്യ ശക്തികൾ ആക്രമിക്കാൻ വന്ന് കിടക്കുമ്പോൾ തമ്പുരാൻ പറയാ, നീ ആ മിദ്യാന്യ പാളയത്തിലേക്ക് ചെല്ലണം. ഇസ്രായേൽ പേടിച്ചു കിടക്കുമ്പോൾ ദൈവം ഗിദെയോനോട് പറയുന്നു, മിദ്യാന്യ പാളയത്തിലേക്ക് നീ ചെല്ലണം. എന്നിട്ട് ഒരുവൻ മറ്റൊരുത്തനോട് പറയുന്നത് എന്താണെന്ന് നീ കേൾക്കും. അപ്പോൾ നിനക്ക് ധൈര്യം വരും. ഹലോ, വചനം വേദപുസ്തകം വായിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. നീ നാളെ മിദ്യാന്യ പാളയത്തിലേക്ക് ചെല്ലണം. ചെല്ലുമ്പോൾ ഒരുവൻ മറ്റൊരുവനോട് സംസാരിക്കുന്നത് എന്താണെന്ന് നീ കേൾക്കും. അപ്പോൾ നിനക്ക് ധൈര്യം വരുമെന്ന്. ചോദ്യം, ആഫ്റ്റർ 24 hours ശേഷം ശത്രുവിന്റെ പാളയത്തിൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് 24 മണിക്കൂറിനും അറിയാവുന്ന ഒരു ടെക്നോളജിയും വേൾഡിലില്ല. എന്നാൽ നിനവുകളെ ദൂരത്ത് നിന്നറിയുന്നവന്റെ അഭിഷേകം നിന്റെ തലമേലിരിക്കുന്നെങ്കിൽ യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. ഇന്ന് രാത്രി ഉള്ളു നിറഞ്ഞ് സ്തോത്രം ചെയ്തോണം കേട്ടോ. ഉള്ളു നിറഞ്ഞ് സ്തോത്രം ചെയ്തോണം. നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഈ രാത്രി ഫലിക്കാൻ പോകുന്നില്ല. നിനക്കെതിരായി എഴുന്നേൽക്കുന്ന ഒരു ശക്തിയും നിന്റെ മേൽ പ്രബലപ്പെടാൻ പോകുന്നില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പലതും അടിഞ്ഞമരുകയാണ്. അബലഘടകദിനി ഹമരബ ജുഗലഘടകല പ്രബൽ ഖബാദഗത്തിനി പ്രമാനഘടക. ഓ യെസ് യെസ് യെസ്. ഗിദെയോൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പേടി അങ്ങോട്ട് പോകാൻ ഉണ്ടെങ്കിൽ, ഉണ്ടതായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിനക്ക് ഭയമാണെങ്കിൽ പൂരയും കൂടെ കൂട്ടിക്കോ. നിനക്കൊരു കൂട്ടുവേലക്കാരനെ ആവശ്യമാണെങ്കിൽ ദൈവം കൂടെ തരും. ഹലോ, സ്തോത്രം. കാരണം എന്താ? നീ ഭയപ്പെടരുതെന്ന് നിർബന്ധം ദൈവത്തിനുണ്ട്. ഹലോ, ഹലോ. നിന്റെ കാലാടിയല്ല നീ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകേണ്ടത്. നിന്റെ മനസ്സ് വിറച്ചല്ല പോകേണ്ടത്. എവിടെ ധൈര്യഹീനനാകാൻ സാധ്യതയുണ്ടോ നേരത്തെ അറിഞ്ഞ് കൈക്ക് പിടിപ്പിക്കും. ഓ, നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ ദൈവമക്കളെ. ദൈവത്തിന്റെ ജനം അറച്ചും വിറച്ചുമൊന്നും പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ബലപ്പെടുത്തേണ്ട സമയത്ത് ആളിനെ കൂടെ തന്ന് ബലപ്പെടുത്തും. അവിടെ മിദ്യാന്യ പാളയത്തിൽ അർദ്ധരാത്രി ചെന്നപ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുക, എന്താ പറയുന്നത്? ഇതാ
ഒരു യവത്തപ്പം ഉരുണ്ടുരുണ്ട് വരുന്നു. അത് മിദ്യാന്യ കൂടാരങ്ങളെ പൊളിച്ചു കടന്നു പോകുന്നു. കേട്ടവൻ പറയുക, ഇത് ഗിദെയോന്റെ വാളല്ലാതെ വേറെ ഒന്നുമല്ല. ഹലോ ഹലോ, സ്തോത്രം സ്തോത്രം. പിടികിട്ടിയോ? അടയാളങ്ങൾ പലത് കൊടുത്തു. സ്തോത്രം 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 സ്തോത്രം. എന്താ അടയാളം കൊടുത്തത്? തോല് നനഞ്ഞിരിക്കണം, പ്രതലം ഉണങ്ങിയിരിക്കണം. വീണ്ടും പറയുന്നു, അതെ അമ്മേ, പ്രതലം നനഞ്ഞിരിക്കണം, തോൽ ഉണങ്ങിയിരിക്കണം. ഇതെല്ലാം ദൈവം തമ്പുരാൻ കാണിച്ചു കൊടുത്തു, അതുപോലെ ചെയ്യിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കൂടെ യുദ്ധം ചെയ്യാൻ ആരുമില്ലെങ്കിലും നിന്റെ അവകാശത്തെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഏകാത്മാവിന്റെ നിർബന്ധത്തോടെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വീട്ടിൽ ഒറ്റയാൾ എഴുന്നേറ്റാൽ മതി, ദൈവം കൂടെ നിൽക്കും. ദൈവം കൂടെ നിൽക്കും. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒറ്റ ഒരാൾ നിന്നാ മതി. 7 വർഷം മിദ്യാന്യ ശക്തികൾ നിന്റെ നന്മകൾ കവർന്നെടുത്തെങ്കിൽ, ആമേ, മിദ്യാന്യ ശക്തി മുഴുവൻ നിന്നെ ചോർത്തിക്കൊണ്ടുപോയെങ്കിൽ, തമ്പുരാൻ പറയുകയാണ്, എല്ലാം തിരിച്ചു പിടിക്കുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി വിജയത്തിന്റെ ശബ്ദം ആത്മാവിൽ കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജയത്തിന്റെ ഘോഷം ആത്മാവിൽ കേട്ടുകൊണ്ട്, ജയത്തിന്റെ ഘോഷം ആത്മാവിൽ കേട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ പ്രധാന ദൂതിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ കുറിച്ചൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഗാനങ്ങൾ കേട്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. സ്തോത്രം. വന്നുടനെ വീട്ടിനുള്ളിലേക്ക് കയറ്റാൻ എനിക്കൊരു നിയോഗമുണ്ടായില്ല. സിറ്റ് ഔട്ടിലിരുത്തി. അന്ന് ലക്ഷറി ടാക്സ് കൊടുക്കുന്ന ഒരു വീട് എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു, 7 ബെഡ്റൂമുള്ള. സ്തോത്രം. അപ്പോൾ സിറ്റ് ഔട്ടിലിരുത്തി. അവൻ്റെ പേര് ജോൺസൺ. ഞാൻ ചോദിച്ചു, ബ്രദറിൻ്റെ പേര് ജോൺസൺ, എവിടുന്ന് വരുന്നു? ബാംഗ്ലൂരിൽ നിന്ന്. എന്താ വന്ന വിശേഷം? പാസ്റ്ററുടെ പാട്ടുകൾ ധാരാളം കേട്ടു, നേരിട്ട് കാണാനുള്ള ആഗ്രഹം, സന്തോഷം. ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കണ്ടു, ഒരു അശുദ്ധാത്മാവിൻ്റെ പുറകെ നിൽക്കുക. ഞാൻ പറഞ്ഞു, ചില വർഷങ്ങളായി നിന്നെ പിന്തുടരുന്ന ഒരു പൈശാചിക ശക്തി നിന്റെ പുറകിൽ എനിക്ക് കാണാൻ പറ്റുന്നു ജോൺസൺ. ഇത് പറയുമ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ നിന്നൊരു കാപ്പ് തനിയേ ഊരി താഴെ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇതൊരു മന്ത്രവാദി ചെയ്ത് തന്നതാണ്, 14 വർഷമായി. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇത് നീ ഊരി വെളി കളഞ്ഞിട്ട് തിരിച്ചു വാ. ഊരുമ്പോൾ നീ വിറയ്ക്കും, ഒന്നും സംഭവിക്കുകയില്ല. അവൻ ഊരി വിറച്ചുകൊണ്ട് വന്ന് കസേരയിലിരുന്നു. സ്തോത്രം. ഞാനിങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട്, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം ഒരു 3 വട്ടം പറഞ്ഞപ്പോൾ കസേര മറിച്ച അശുദ്ധാത്മാവിനാൽ അമ്മ ഇളകി അവൻ പെടയാൻ തുടങ്ങി. പവർ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിലും നിന്നെ വീണ്ടെടുത്ത രക്തത്തിന്റെ ശക്തി തിരിച്ചറിയണം. നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ഈ രക്തത്തിൽ നിന്നെ കവർ ചെയ്യണം. കുഞ്ഞാടിന്റെ രക്തം അടയാളമുണ്ടെങ്കിൽ സംഹാരശക്തി എല്ലായിടവും പോകുമ്പോൾ നിന്റെ വീട്ടുവാതക്കലും നോക്കും, പക്ഷേ അവിടെ ഒരു സീല് കാണുന്നു, അവിടെ ഒരു സീല് കാണുന്നു. നിന്റെ കുഞ്ഞിന്റെ മേലൊരു സീല് കാണുന്നു, നിന്റെ ഹസ്ബൻഡിന്റെ മേലൊരു സീല് കാണുന്നു, നിന്റെ നന്മയുടെ മേലൊരു സീല് കാണുന്നു, കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേലൊരു സീല് കാണുന്നു, നിന്റെ ജോബിന്റെ മേലൊരു സീല് കാണുന്നു, ഓ നിന്റെ ഉയർച്ചയുടെ മേലൊരു സീല് കാണുന്നു. Power in the blood of Jesus. Power in the blood of Jesus. Power in the blood of Jesus. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദ് തെരുവിലൂടെ റോഹ എന്ന് പറയുന്ന ഗ്രാമത്തില്, നമ്മുടെ കച്ച് മരുഭൂമിയിൽ റോഹ എന്ന് പറയുന്ന ഗ്രാമത്തിലെ പട്ടുബ ദേവാജി സൗഡ, പട്ടുബ ദേവാജി സൗഡ എന്ന് പറഞ്ഞു, പട്ടുബ ദേവാജി സൗഡ, ബോലോ ജി. ഹാ ജി. അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആരോ കീറിയെറിഞ്ഞ ഒരു പുസ്തകം,
തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. താനതെടുത്ത് തോൽസഞ്ചിയിലിട്ടു, വീട്ടിൽ കൊണ്ടുവന്നു, താൻ വായിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അത് ഈശുനാ ജീവൻ ദർശൻ, സ്തോത്രം, അത് പ്രേം സന്ദേശ്, അത് ഗുജറാത്തിയിലെ പുതിയ നിയമമായിരുന്നു. അത് വായിച്ചു വരുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ താൻ ഇങ്ങനെ വായിച്ചു, യേശുവിൻ്റെ രക്തം, ബാക്കി പറ, പോക്കി ശുദ്ധീകരിക്കുന്നു. ഹലോ, സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിൻ്റെ രക്തം വീണാൽ ഇളകാത്ത ഒരു പാപക്കറയും ഇല്ല. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറയുന്നേ. ഓ സ്തോത്രം. ഓ ഹല്ലേലൂയ. The blood of Jesus will cleanse all the sins of your heart. എല്ലാ കറകളെയും ക്ലീൻ ചെയ്ത് പുറത്തെടുക്കാൻ കഴിയുന്ന ഒറ്റ സൊല്യൂഷനേ ഈ വേൾഡിലുള്ളൂ. ദാറ്റ് ഈസ് ദ ഓൺലി ദ ബ്ലഡ് ഓഫ് ജീസസ്. ഒരിക്കൽ ഹാരിസ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, നമുക്ക് റോഹ എന്ന് പറയുന്ന സ്ഥലം വരെ പോകാം. അവിടെ ചെന്നു. ഞങ്ങൾ ആ ഗ്രാമത്തിന് 7 കിലോമീറ്ററിന് ഇപ്പുറത്ത് വെച്ച് ഇറങ്ങി. വെള്ളം കിട്ടാതെ ഞങ്ങൾ നടന്ന് അലഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. ആ കൂടാരത്തിൽ എത്തിയപ്പോൾ ഞാൻ തളർന്ന് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു. ഇപ്പോൾ കൂടാരത്തിൽ നിന്ന് ഒരു ഹല്ലേലൂയ കേൾക്കാം. ഭയങ്കര സന്തോഷം. ഒരു ദേശത്ത് ദൈവമക്കളും എല്ലാം ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ചെന്നൊരു ഒറ്റ ഹല്ലേലൂയ പറഞ്ഞാൽ മതി. നമുക്കുള്ളതുകൊണ്ട് ഇനി വിളിച്ചാടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അദ്ദേഹം പുറത്തു വന്നു. ഹാരിഷ് എന്നെ പരിചയപ്പെടുത്തി. ഒരു രഹസ്യ ക്രിസ്ത്യാനിയായ അദ്ദേഹം 10-14 വർഷത്തിനു മുമ്പ് രക്ഷിക്കപ്പെട്ടതാണ്. അദ്ദേഹം എന്നെ പുറത്തിറക്കി പല കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരു കുന്നിൻ മുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിനക്കെന്തെങ്കിലും അവിടെ കാണാൻ പറ്റുന്നോ? ഞാൻ പറഞ്ഞു, പൊട്ടിപ്പൊളിഞ്ഞ കുറെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മഹാരാജാവിൻ്റെ കൊട്ടാരമായിരുന്നു അത്, ഞാൻ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്നു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം മുറിക്കുള്ളിലോട്ട് പോയിട്ട് ഒരു വലിയ വാള് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയാം, ഈ വാള് കൊണ്ട് ഞാൻ ധാരാളം യുദ്ധങ്ങൾ ചെയ്ത ആളുകളെ കൊന്നതാ. സ്തോത്രം. പക്ഷേ എൻ്റെ കയ്യിൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ രക്തക്കറ എനിക്ക് കാണാൻ പറ്റുന്നു. എൻ്റെ മനസാക്ഷിക്ക് വേദനയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയത്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിലും മനസ്സിലും ആ കറയില്ല. ഹലോ, സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ കയ്യിലും മനസ്സിലും ആ കറയില്ല. കാരണം യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം ഏത് ദുർനടപ്പുകാരനെയും കൊള്ളക്കാരനെയും പിടിച്ചുപറിക്കാരനെയും കുലപാതകനെ ക്ലീൻ ചെയ്ത് പുറത്തെടുക്കാൻ ഈ വേൾഡിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ചേർന്നൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. അദ്ദേഹം ഒരു കെട്ട് പേപ്പർ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചു. ഞാൻ ചോദിച്ചു, ഇത് എന്നാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പുതിയ നിയമം അതിൻ്റെ 4 സുവിശേഷങ്ങൾ മുഴുവൻ കച്ചി ഭാഷയിൽ ഗുജറാത്തി ലിപിയിൽ എഴുതി വച്ചിരിക്കുക. ഒരു സുവിശേഷ വിരോധി ഒരു പുതിയ നിയമം കീറി റോഡിലെറിഞ്ഞപ്പോൾ ചെന്ന് വീണത് ഒരു സൈന്യാധിപന്റെ കയ്യിലാണ്. I want to encourage you. ഒരു ട്രാക്ട് എന്ന് പറയുന്നത് ഒരു പ്രിന്റഡ് മിഷണറിയാ. 1 രൂപ മുടക്കി നിങ്ങൾ ഒരു ട്രാക്ട് അടിച്ച് ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അതൊരു പ്രിന്റഡ് മിഷണറിയാ കൊടുക്കുന്നത്. ഒരു 500 രൂപ മുടക്കി നിങ്ങൾ ഒരു വേദപുസ്തകം വാങ്ങിച്ച ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അതൊരു പെർമനന്റ് മിഷണറിയാ കൊടുക്കുന്നത്. സ്തോത്രം ചെയ്തില്ല. സ്തോത്രം. ഇതൊന്നും വേസ്റ്റ് അല്ല കേട്ടോ, ഒരിക്കലും വേസ്റ്റ് അല്ല. നന്ദിയോട് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, തൻ്റെ മനസാക്ഷിയിൽ പറ്റിപ്പിടിച്ചിരുന്ന ഈ പാപത്തിന്റെ കറയെ മുഴുവൻ യേശുവിന്റെ രക്തം ക്ലീൻ ചെയ്തു. സ്തോത്രം. മൂന്നാമത്, രക്തത്തിന്റെ ശക്തിയുടെ മറ്റൊരു ഇൻസിഡന്റ് പറയാം. ഞങ്ങൾ ആൻഡമാൻസിലായിരുന്ന സമയത്ത്
ഒരു ദ്വീപിൽ ഒരു ഭവനത്തിൽ പോയി 2 ആഴ്ചയോളം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. 2 ആഴ്ചയോളം പ്രാർത്ഥിക്കാൻ. ആദ്യത്തെ ദിവസം ഞാനും എൻ്റെ കൂടെയുള്ള സുനിൽ എന്ന് പറയുന്ന ദിവദാസനും കൂടെ പോയി. പിന്നെ ഞാൻ പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു പോയി. 350 കിലോമീറ്റർ ഉണ്ട് ഐലൻഡിൽ, മിഡിൽ ആൻഡമാനിൽ. ഒടുവിലത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി. രാത്രിയിൽ ആ വീട്ടിൽ, ഹിന്ദു വീടാ, വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ആ വീട്ടിലെ സഹോദരിയിൽ അശുദ്ധാത്മാവ് ഇളകി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സഭാ ഹാളിൽ വന്ന് വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട്, നീ വേഗം അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. ചില സമയങ്ങളിൽ ആത്മാവ് തട്ടി ഉണർത്തും അല്ലേ? പ്രാർത്ഥിക്കണമെന്ന് ചില സന്ദർഭങ്ങളിൽ നിയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഹേമമുണ്ടായ അനുഭവം ഉള്ളവരൊന്ന് കരപൊങ്കിക്കേ. സ്തോത്രം. ഇതൊക്കെ മേളിൽ നിന്നുള്ള ഒരു അലാമ. ഹലോ, ഹലോ. മേളിൽ നിന്ന് കണക്ഷൻ നീയുമായിട്ടുള്ളത് കൊണ്ടാണ് ഉണർത്തുന്നത്. പരിശുദ്ധാത്മ ഉണർത്തുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധയൊന്നുമല്ല ആത്മാ ഉണർത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആദ്യം ഞരക്കമായിരിക്കും, സ്തോത്രം, കണ്ണുനീരായിരിക്കും. പക്ഷേ തുടക്കം കരച്ചിലും കണ്ണുനീരുമാണെങ്കിലും ആ പ്രാർത്ഥന ആത്മമണ്ഡലത്തിലോട്ട് കയറിക്കഴിയുമ്പോൾ അത് അധികാരം നിറഞ്ഞ ആത്മാവിന്റെ കൽപ്പനാ ശബ്ദമായി മാറും. ചിലതിനെ അറസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കും, ചിലതിനെ ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കും, ചിലതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. ചേർന്ന് ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ അധികാരവും നിയോഗവും ഏറ്റെടുക്കാൻ ആമേൻ ദൈവാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. യെസ് ലോർഡ്, യെസ് ലോർഡ്. ആ അധികാരം എവിടെ പ്രാർത്ഥിക്കുന്ന സഭയുണ്ടോ അവിടെ ഉണർവുണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് മാത്രമേ ജീവൻ കാണത്തുള്ളൂ. പ്രാർത്ഥനയില്ലാത്ത സഭ മരിച്ച സഭയായിരിക്കും, മോർച്ചറി ആയിരിക്കും, സെമിട്രി ചർച്ച് ആയിരിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെയുണ്ട്. അത് അകത്ത് കയറുമ്പോഴേ അറിയാം. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സുനിലും ഞാനും കൂടെ പ്രാർത്ഥിക്കുക. ഈ അടുത്തിടെ ആ ദൈവദാസൻ മരിച്ചുപോയി. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുക. കുറച്ചു കഴിയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടിരിക്കണം, എന്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത്? യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എന്ന് പറഞ്ഞേ. യെസ്, നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വരിഞ്ഞു മുറുക്കുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ്. എൻ്റെ നാവ് താണു പോകുന്നത് പോലൊരു അനുഭവം. പാസ്റ്റർജി, ഒരു വാക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ സുനിനും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആംഗ്യം കാണിക്കുക, വോയിസ് വെളി വരുന്നില്ല. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു ശബ്ദവും പുറത്തു വരാൻ പറ്റാതെ, ഞങ്ങൾക്കൊരു വാക്കും പറയാൻ പറ്റാതെ ചില സമയത്ത് പ്രാർത്ഥന അന്തരീക്ഷം ഡ്രൈ ആയി പോകാറില്ലയോ? I want to reveal the mystery. ഹലോ, പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോകുക, ഒരു ഫ്ലോ കിട്ടുന്നില്ല. അന്നേരമാണ് ബ്ലഡ് ഓഫ് ജീസസ് ഇഞ്ഞെടുക്കണം. എല്ലാ ബ്ലോക്കും റിലീസ് ചെയ്യപ്പെടും. രക്തത്താൽ 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 യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശത്തിലുമുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ഉള്ളം വല്ലാതെ ഭാരപ്പെടുക. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു നിയോഗമുണ്ടായി, യേശുവിന്റെ രക്തം ജയം എന്ന് പറയാൻ. യേശുവിന്റെ രക്തം ജയം എന്ന് പറഞ്ഞു തുടങ്ങിയതും എൻ്റെ ശരീരം ഫ്രീ ആകാൻ തുടങ്ങി. എൻ്റെ ശരീരം ഫ്രീ ആകാൻ തുടങ്ങി. ഇന്ന് രാത്രിയിലും നിന്നെ ലോക്ക് ചെയ്യുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാനുള്ള ഒറ്റ
മാർഗം ഈ ആത്മാവിന്റെ അധികാരത്തോടെ യേശുവിന്റെ രക്തത്തിൽ ട്രസ്റ്റ് ചെയ്യുക, യേശുവിന്റെ രക്തത്തിൽ ട്രസ്റ്റ് ചെയ്യുക. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും പിശാചിനെ ജയിച്ചുവെന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി നിനക്ക് ജയം തരത്തില്ലെന്ന് പിശാച് വാദിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന ദൈവമേ, ഈ രാത്രി നീ ജയത്തിന്റെ കൊടി വിശ്വാസത്തോടെ ഉയർത്താൻ പോവുകയാണ്. Yes, power in the blood of Jesus, power in the blood of Jesus, power in the blood of Jesus. അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപോലെ ആത്മാവിന്റെ അത്യന്ത ശക്തിയിൽ നിറഞ്ഞു. ഒരേ ആത്മാവിൽ ഒരേ സ്വരത്തിൽ ഒരേ വാക്കുകൾ. എന്താണ്? ആ ഭവനത്തിലേക്ക് വരുവാൻ പോകുന്ന മഹാ അനർത്ഥം ദിശ മാറി പോകുവാൻ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിച്ചു. ഒരു 12 മണി ആയപ്പോഴേക്കും ആ നിയോഗം നിലച്ചു. ഞങ്ങൾ ഒരുപോലെ പറയടോ, എന്തോ ആ ഭവനത്തിൽ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ആരും മരിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന്റെ വിരല കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവന് പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ അറിയാൻ പറ്റും. യേശുവിന്റെ രക്തം ജയം. ഇന്ന് രാത്രിയിലും നീ ആത്മനിറവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ അന്തരാത്മാവിൽ ദൈവിക ഇടപെടൽ നടക്കുമ്പോൾ അറിയാം, ബ്ലോക്കായി എന്ന് കിടക്കുന്ന വിഷയങ്ങളൊക്കെ മൂവ് ചെയ്യാൻ സമയമായി. യെസ് യെസ് യെസ്, പിശാചി ലോക്ക് ചെയ്തരൊക്കെ അഴിഞ്ഞ് പുറത്തിറങ്ങാൻ സമയമായി. ആമേൻ. നിന്റെ നന്മയുടെ മേൽ അധികാരത്തോടെ അവകാശം പറഞ്ഞിരിക്കുന്ന കൈകൾ ഈ രാത്രി പുറകോട്ട് വലിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നവർ ആത്മാവിൽ നിറഞ്ഞുകൊള്ളണം. യേശുവിന്റെ നാമത്തിൽ അവൻ അഴിച്ചാൽ ആർക്കും ബന്ധിക്കാൻ കഴിയുകയില്ല. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിച്ചുവിടുന്ന ദൈവമാണ്. ഞങ്ങൾ വെളുപ്പിന് 5 മണിയായപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി. ഒരു 10-70 പടികൾ കയറി വേണം അവരുടെ കോട്ടേഴ്സിൽ ചെല്ലാൻ. സ്തോത്രം. ഞങ്ങൾ അവിടെ എത്താറായപ്പോഴേക്കും ആ വീട്ടിൽ ഗൃഹനാഥൻ ഇങ്ങനെ ഞങ്ങളെ അന്വേഷിച്ച് സഭാഹുള്ളിലേക്ക് വരിക. കണ്ട ഉടനെ ചോദിച്ച ചോദ്യം ഇതാണ്: ഇന്നലെ അർദ്ധരാത്രിയിൽ എന്താണ് വീട്ടിൽ സംഭവിച്ചത്? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് ഊഹാപോഹങ്ങളില്ല. വെരി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ദൈവത്തിന്റെ ശബ്ദം. ഹലോ, ആമേൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞതുപോലെ വിശ്വസിച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നീ ഒറ്റയ്ക്കാണ് നിന്റെ ഭവനത്തിലെങ്കിലും നീ ആരാധിക്കുന്ന നിന്റെ ദൈവം ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമെന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ ഇന്ന് രാത്രിയിൽ മഹിമ കണ്ട സാക്ഷികളായി നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവര് പറഞ്ഞു, പാസ്റ്റർമാരെ വന്ന് കാണ്. ചെന്നപ്പോൾ വീടിനോട് ചേർന്ന് അതിഭയങ്കരമായ ഒരു ആൽവൃക്ഷം. ആ ആൽവൃക്ഷം രാത്രിയിലെ ചുഴലിക്കാറ്റിൽ പിഴുത് മൂത്ത മകൾ കിടക്കുന്ന മുറിയുടെ മുകളിൽ വീണ് അവളുടെ കട്ടിൽ തവിട് പൊടിയായി കിടക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. വളരെ ഭയത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആ മൂത്ത മകൾ പറയുകയാണ്, പാസ്റ്റർജി, 2 ആഴ്ചയായി എൻ്റെ ഉള്ളിൽ ആത്മഹത്യ ചെയ്യണം എന്ന പ്രേരണയാണ്. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ വരും, നാളെ ചാകാന്ന് വിചാരിക്കുമ്പോൾ തലേന്ന് വൈകിട്ട് വരുക. ഇന്ന് രാത്രി ഓർക്കണം, പ്രാർത്ഥിക്കുന്ന ഒരു ജനം എവിടെ ഉണ്ടെങ്കിലും പിശാച് കണ്ണുവെച്ച് തിരിക്കുന്നതിനെയൊക്കെ അതിരുമാന്തി പറിച്ചെടുക്കും.
സ്വത്രം സ്വത്രം പ്രാർത്ഥിക്കുന്ന ഒരാള് ആമേൻ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് ആ ബിൽഡിങ്ങിലുള്ളവരുടെ പ്രാണനെ രക്ഷിക്കും. സ്വത്രം ചെയ്തില്ല. ദേശത്തിടിവിൽ നിൽക്കുന്ന ഒറ്റ അബ്രഹാം ഉണ്ടെങ്കിൽ പട്ടണത്തിന്റെ നടുവിൽ ഒരു ലോത്തും കുടുംബമാണെങ്കിലും വിടുവിക്കപ്പെടും. ഇന്ന് രാത്രിയിലും നീ പ്രാർത്ഥിക്കുന്ന ദൈവവചനാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരു കൊളമ്പ് പോലും ശേഷിക്കാതെ ഇന്നല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യപ്പെടും. ചേർന്ന് കരങ്ങളെ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താതെ. അതുകൊണ്ട് ആ മകള് പറയുകയാണ്, ഈ 2 ആഴ്ചയും മരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇന്നലെ രാത്രിയിൽ ഒരു 11:45 മണിയായപ്പോൾ ആരോ എന്നെ തട്ടി ഉണർത്തിയിട്ട് പറയുക, നീ വേഗം എഴുന്നേറ്റ് അച്ഛൻ കിടക്കുന്ന മുറി പോയി കിടക്ക്. അവൾ ആദ്യം മടിച്ചു. 2ാം പ്രാവശ്യം ആരോ തട്ടി ഉണർത്തുന്നത് പോലെ അവൾക്ക് തോന്നുക, ഇന്ന് രാത്രിയിലും മരണത്തിന് വിധിക്കപ്പെട്ടവരെ ആമേ തകർക്കാൻ പിശാച് പദ്ധതിയിടുമ്പോൾ അപ്പുറത്ത് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ മുട്ടുകുത്തുമ്പോൾ അതിന്റെ കയറുകളൊക്കെ അഴിയുകയാ. കുടുംബങ്ങളിൽ കകത്ത് പിശാച് അടിച്ചുകൊണ്ട് പോകുമെന്ന് മല്ലുകെട്ടി വാദിച്ചു നിൽക്കുന്ന പലതിന്റെ മേലും ദുഷ്ടന്റെ കണ്ണുകൾ ഈ രാത്രി മാറിപ്പോകേണ്ടതിന് ഉടനെ വലഘടക തുരിഘടകസി അർപ്പപ്രഭാലകതിനി അന്തലാജകലഘടകസി പ്രാർത്ഥിക്കുന്നവർ ജനന പ്രാർത്ഥിക്കുന്നവർ ജനന പ്രാർത്ഥിക്കുന്നവർ ജനന പ്രാർത്ഥിക്കുന്നവർ ജനന. Yes, 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 yes. Power in the blood of Jesus. Power in the blood of Jesus. നിന്റെ ഭവനം പരസ്യകോലമാകാതിരുന്നത് എന്താ? നിന്റെ ഭവനം പരസ്യകോലമാകാതിരുന്നത് എന്താ? ആരെയോ ദൈവാത്മാവ് ഉണർത്തി കവർ ചെയ്യുവാൻ. നീ ഉറങ്ങുമ്പോഴും ഉറക്കം കെടുത്തി നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടും പകല് വന്നുറങ്ങാൻ കഴിയാതെ ആത്മഭാരത്തോട് കരയുന്ന ദൈവദാസിമാരെ, നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സഹോദരന്മാരെ, നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ മുഴങ്കാൽ ദേശത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്. ദേശത്ത് മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവസഭയ്ക്കകത്ത് മഹത്വം വെളിപ്പെടാൻ പോകുക. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. Oh, your prayer never wastes. Your intercession never wastes. Your fasting never ever wastes. അങ്ങനെ കിട്ടിയ വലിയ പ്രേരണ എന്നെ ആരോ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി. അവിടെ അല്പം കഴിഞ്ഞപ്പോൾ ചുഴലിക്കാറ്റുണ്ടായി. ക്വാർട്ടേഴ്സിന്റെ മേണ്ടിൽ ഇത് വീണു. ഇത് പറഞ്ഞിട്ട് ആ മൂത്ത മകളുടെ പിതാവ് പഴയ അനേക വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഡയറിയിൽ നിന്നും ഒരു കാർഡ്, പോസ്റ്റ് കാർഡ് കൊണ്ടുവന്ന് ഞങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. ആ വർഷത്തെ ബർത്ത്ഡേക്ക് 23 വയസ്സങ്ങാണ്ട് ആ കുട്ടിക്ക് തികയുന്നത്. ആ പ്രായം എത്തുന്നതിന് മുൻപ് ഒരു ദുർമരണത്തിൽ കൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്ന് ജ്യോത്സ്യൻ എഴുതിയ ജാതകം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ജ്യോത്സ്യൻ ജാതകം എഴുതി, യേശു തിരുത്തി. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ പിശാച് ആലയത്തിൽ ലോക്ക് ചെയ്തപ്പോൾ അകത്തു പറഞ്ഞ യേശുവിന്റെ രക്തം ആ ലോക്കഴിച്ചു. ഇതാ തിരിച്ചറിയാനാ ഞാൻ പറഞ്ഞത്. നിന്നെ അനേകരുടെ വിടുതലിനായി ദൈവം കണ്ടത് കൊണ്ടാണ് നീ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്, നീ കിടന്ന് സ്ട്രഗിൾ അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ മേല്, നിന്റെ സന്തതിയുടെ മേല്, നിന്റെ തലമുറയുടെ മേല്, നിന്റെ ബിസിനസിന്റെ മേല്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ മേല് ജഗൽക്കന ദുഗല ഘടകസി മണ്ഡല ഭ്രമണ ഭടകതുരി ഔഡ രഗദന ദീപ രഗദ. Yes, 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 yes. Power, 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 power in the blood of Jesus. Power in the blood of Jesus. Power in the blood of Jesus.
Yes. Blood of Jesus. Blood of Jesus. Blood of Jesus. Praise the Lord. മിഡിൽ ആൻഡമാൻ ദ്വീപിൽ ഞാൻ ചാർജ് എടുക്കാൻ ചെന്നപ്പോൾ ആ സഭാ ഹാളിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു ബംഗാളിക്കാരനുണ്ട്. അദ്ദേഹത്തിന് 17 മക്കളുണ്ട്. സ്തോത്രം. ഞാൻ ചെന്ന ഉടനെ പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, പാദ്രി സാബ് അബ് ഇധർ പാദ്രി. ഞാൻ പറഞ്ഞു, ജി ഹാം പാദ്രി. ठीक है, इधर 2 पादरी का जरूरत नहीं, हमारे एक पादरी इधर है. ഞാൻ പറഞ്ഞു, അപ്ക പാദ്രി കൈസായ ദ്വിഭാഷ വേണമായിരിക്കില്ലേ? ചിലക്ക് മനസ്സിലായില്ലല്ലോ. സ്തോത്രം. നീ ഇവിടെ പാതിരിയായിട്ട് വന്നതാണോ, ശുശ്രൂഷകനായിട്ട് വന്ന? അതെ, ഇവിടെ ഞങ്ങൾക്കൊരു പാതിരി ഉണ്ട്. ഞാൻ ചോദിച്ചു, നിന്റെ പാതിരി എങ്ങനെയാ? ഒത്തു ജാദു കർണേ വാലാ ഹേ എന്ന് പറഞ്ഞ മന്ത്രവാദിയാണ്. അതുകൊണ്ട് ഇവിടെ വേറൊരു പാതിരിയെ വേണ്ട. ഞാൻ പറഞ്ഞു, തു നസീദ് ബാത് ബോലാ ഹേ, ഏക് ഹി പാതിരി കാ ജറൂരത്ത് ഹൈ. മതി, ഒറ്റ പാതിരി ഇവിടെ മതിയെന്ന്. ഹലോ, രാത്രി ഓർക്കണം, ദൈവം കണ്ട ഒറ്റ ഒരു പൈതൽ ഒരു ദേശത്ത് നിന്നാൽ മതി, ആ ദേശത്തിന്റെ ഇരുട്ട് പോവും. ഇരുട്ടിനെ ശാസിച്ചാൽ ഇരുട്ട് പോകത്തില്ല. ഇവിടെ ഇരുട്ടുണ്ട്, പക്ഷേ ആ ഇരുട്ടിനെ പ്രഷറൈസ് ചെയ്ത് നിർത്തുന്ന വേറൊരു സാധനം ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക. പിടികിട്ടിയോ? ഇരുട്ടിനെ ശാസിക്കണ്ട, പൽസിക്കണ്ട, നീ കത്തിയാ മതി. നീ കത്തിയാ മതി. നിന്റെ വീട്ടിൽ നീ ആത്മാവിൽ ഒന്ന് കത്തിക്കേ. ഏത് പ്രവാചകൻ വന്ന് ബന്ധനമാ, കുന്തനമാ, കുന്തിരിക്കമാന്ന് പറഞ്ഞാലും നീ ആടത്തില്ല. നീ കത്തിയാൽ നിന്റെ മേലുള്ള അഭിഷേകം പറയും, നോ, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. നിന്നോട് പലരും യുദ്ധം ചെയ്യോ, എന്നാൽ ജയിക്കത്തില്ല. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുന്ന ഒരു ദൈവ പൈതൽ വീട്ടിനകത്തുണ്ടെങ്കിൽ ഫോഷ്കിന്റെ പ്രവാചക ശബ്ദത്തിന് നിന്നെ ചതിക്കാൻ കഴിയത്തില്ല. വ്യാജ പ്രവാചകന്മാർക്ക് നിന്നെ വഞ്ചിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും ആത്മാവിൽ കുടഞ്ഞെഴുന്നേൽക്കട്ടെ. ഓ ഹരബ ഉടലവരഹദുനി ഹദലഗ ജനക ആന്തൽ പ്രമനെ ഉടയാരക ദുനയ അൽകാ പ്രമന ആന്ധേരക ജുഡദല ഹദിനി ഗജരയ ആന്ധേര ബലക ജുഡദനിയ ഔഢാരക ജനക ദുരയ അൽഖവര ദിഗന ആന്ധേരക ജുഡദെ അൽഖവര ബലക ജുഡമന ഹദുനായ ആന്ധാരക ഉടബല ജനക തുരി ബലവര ഹഡക ജനക ദുരയ ആന്ധാരി ബലക ജാലനദെ അത്തുരദേലക ജൂഡക രാജ അവനാരക ധനയാരകജ. Oh, Jesus, 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 power in the blood of Jesus. ഞാൻ താഴ്മയായി പറയട്ടെ, ഞാൻ സഭാവിൽ പോയി പായെടുത്തിട്ട് മുട്ട നിന്നിട്ട് പറഞ്ഞു, അപ്പാ അങ്ങനെ അയച്ചിട്ടാടിയ നീ ദേശത്ത് വന്നത്. ഞാൻ അവിടെ പോയി ചാർജ് എടുക്കുമ്പോൾ, സ്തോത്രം, ആൻഡമാൻസിൽ സഭാ ഹോള് 14 വർഷമായി ആത്മാക്കൾ ഇല്ലാത്തത് കൊണ്ട് വിൽക്കാൻ കൗൺസിൽ തീരുമാനിക്കുമ്പോഴാണ് എനിക്ക് പൂനെക്ക് ട്രാൻസ്ഫർ തന്നപ്പോൾ വാര്യാപുരൻ യോനാച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരു ദൂത് പറഞ്ഞു, മരുഭൂമിയിൽ നിനക്ക് 3 വർഷം, സമുദ്രത്തിൻ്റെ നടുവിൽ 5 വർഷം. മരുഭൂമിയിൽ വേല തീർന്നപ്പോൾ എനിക്ക് കിട്ടിയ പൂനെയിലേക്കുള്ള ചാർജിലേക്ക് പോകാൻ എന്നെ ആത്മാവ് അനുവദിക്കുന്നില്ല. സ്തോത്രം. ഞാൻ ദൈവസന്നിധി കരയാൻ തുടങ്ങി. ദൈവമക്കൾ, ദർശനമുള്ളവന് സ്തോത്രകാഴ്ചയും സഭയൊന്നും അല്ല വലുത്. ദർശനമുള്ളവൻ ആത്മാക്കളാ വലുത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവന് ഫണ്ടും റിസോഴ്സും സ്പോൺസറും അല്ല വിഷയം. പണ്ട് കിട്ടിയിട്ടിറങ്ങുന്ന കാലമല്ലായിരുന്നു, ദൈവത്തെ നോക്കി വിട്ടിട്ടിറങ്ങുന്ന കാലമായിരുന്നു. ഇന്ന് സ്പോൺസറിനെ നോക്കിയിട്ട് വിളി കാത്തിരിക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. സ്തോത്രം. ഞാൻ അവർക്ക് കത്തെഴുതി, എനിക്ക് അവിടേക്ക് പോകാൻ നിയോഗമില്ല, ഞാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. എന്നിട്ട് ഞാൻ അവർക്ക് കത്തെഴുതി, ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ തെലുഗുവോ ഏത് ഭാഷക്കാട് നടുവിൽ നിങ്ങൾ എന്നെ അയച്ചോ, ഞാൻ പോകാം, 5 പൈസ സഹായിക്കണ്ട. ഏറ്റവും പ്രതികൂലമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ അയക്കേ, ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്തേക്ക് എന്നെ അയക്കേ, മിഷണറിമാര് പോകാൻ മടിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അയക്കേ, ഞാൻ അങ്ങോട്ട് പോകാം. ജനിക്കുന്നതിന് മുമ്പ് ഭാവി എഴുതി വെച്ചിട്ടുണ്ടെന്ന് തളിച്ച ചാണകത്തറയിൽ ജീവിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്, പുല്ലുവരയിലും ഓടുവരയിലും ജീവിച്ചവർ ഇരിപ്പുണ്ട്. ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു സ്വർഗീയ കൂട്ടായ്മയ്ക്കകത്ത് വന്ന് നിങ്ങളായി തീരുമെന്ന് നിങ്ങൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചപ്പോൾ അറിഞ്ഞോ? എന്നും നിങ്ങൾ ഇവിടെ കാണത്തുമില്ല. ഇവിടുന്ന് ഓരോന്നിനെ പറിച്ച് ഓരോ രാജ്യങ്ങളിലും വരും കാലങ്ങൾ ദൈവം വിടും. എന്തിനാ? തീപ്പന്തങ്ങളായി തീരാൻ. ദൈവത്തിന് വേണ്ടി ആത്മാവിന്റെ വലയുമായി പരിശുദ്ധാത്മാവ് വരും കാലങ്ങളിൽ പലരെ അയക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാ. നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളെ പ്രാർത്ഥിച്ച് മിഷണറിമാരായ ജോലിയോടൊപ്പം അയക്കും. ദൂതെഴുതിയിട്ടോ, വരുന്ന ആളുകളിൽ നടക്കാൻ പോകുകയാണ്. യേശുവിന്റെ രക്തം ജയം. അവരെന്നെ ഹർഷവർദ്ധന എന്ന കപ്പലിൽ എന്നെ ആൻഡമാൻസിന് വിട്ടു. ഞാൻ ചുരുക്കി പറയാം, സ്തോത്രം. പോർട്ട് ബ്ലെയറിൽ ചെന്നു. പോട്ടെ, പിന്നീടുള്ള സംഭവമാണ്, നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അല്ല, ഇതൊന്നും തീരത്തില്ല. സ്തോത്രം. ഞാനിങ്ങനെ ദൈവനിയോഗം ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഇരുന്നോ എൻ്റെ പാദപീഠത്തിൽ. ഒറ്റ ടാർഗറ്റ്, ഒരേ ഒരു കാര്യം ഫോക്കസ്. എന്താ? ഒന്നുകിൽ മന്ത്രവാദിയെ മുക്കണം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കണം. ഒറ്റ കാര്യമുള്ളൂ. രാവും പകലും ആലയത്തിൽ ഇരുന്ന് ജപം ജപം ജപമേ ജയം. പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഈ 3 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, പ്രാർത്ഥന ജീവിതമാണ്. ദാറ്റ് മീൻസ് വാക്കിംഗ് വിത്ത് ജീസസ്. ദാറ്റ്സ് എ ഡെയിലി പ്രോസസ്. കൂടെ നടക്കുന്ന ആളുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് നിനക്കും സ്വഭാവം വരും. ഒരുവൻ നല്ലവനാണെ കൂടെ നടന്നാൽ നീ നല്ലതാകും. കെട്ടയാളിന്റെ കൂടെ നടന്നാൽ അവൻ ഒരിക്കലും നന്നാകത്തില്ല, കൂടെ നടക്കുന്നവനെ നശിപ്പിക്കും. ഇന്ന് രാത്രി ആത്മീയന്റെ കൂടെ നീ നടക്ക്. സ്തോത്രം, സ്തോത്രം. നല്ല ടേബിൾ കാണുമ്പോൾ, നല്ല കാറ് കാണുമ്പോൾ, നല്ല വൈൻ കാണുമ്പോൾ, വല്ല ടീം കാണുമ്പോൾ ആമീൻ പറഞ്ഞ് അടിക്കരുത്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇന്ന് രാത്രി നീ പറയണം, ആമേ, രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവിന്റെ കഴിക്കുന്ന വീഞ്ഞുകൊണ്ടും എനിക്ക് തന്നെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അങ്ങനെ പറഞ്ഞവനെ 4 രാജാക്കന്മാരുടെ ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രിയാക്കി എന്റെ ദൈവം ഇരുത്തി. ചിലടത്ത് നോ പറയാൻ പറ്റത്തില്ല. But at any cost you must say I am the child of God. യേശുവിന്റെ രക്തജയ. Certain time ദൈവം നിനക്ക് തരും opportunity. Who are you? ഒരു രാജാവ് ദാനിയേലിനെ വിളിക്കണമെങ്കിൽ അവർക്കറിയാം ഇവൻ മുട്ടയിലിരിക്കുന്നവനാ, ഇവന് സ്വർഗവുമായിട്ടൊരു ബന്ധമുണ്ട്. ഇവനെ ഒരു പ്രാർത്ഥന വിഷയം ഏൽപ്പിച്ചാൽ രാജ്യത്തിന് ഗുണമുണ്ടാകും. ചേർന്ന് രാമ്യം പറയാമോ? സ്തോത്ര, സ്തോത്രം. ഫാസ്റ്റിങ്ങിന്റെ 20ാമത്തെ ദിവസം ഞാൻ നല്ല ക്ഷീണിതനാ. ഞാനിങ്ങനെ എൻ്റെ ബൈബിളും സഞ്ചിക്കകത്ത് ഇട്ട് ഞാനിങ്ങനെ ബേട്ടാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഒരു പോസ്റ്റേ ചാരി നിൽക്കുക. അപ്പോൾ ഈ മന്ത്രവാദി ഇങ്ങനെ മാന്ത്രിക വടിയുമെല്ലാം പിടിച്ച് ഇങ്ങനെ വരിക. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആളുകളെല്ലാം പാസേജി കുമ്പിടുക. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇദ്ദേഹം വലിയ വണ്ണമുള്ള മനുഷ്യനാ, കുടുമിയെല്ലാം ഉണ്ട്, രുദ്രാക്ഷമാല ധാരാളമുണ്ട്. വടിയും കൊണ്ട് പിടിച്ചു വന്ന് ഇങ്ങനെ വന്നേച്ച് എന്നെ നോക്കി ഇങ്ങനൊരു നോട്ടം. ചിലരാന്നെ 1-2 നേരെ കഴിയും. പുള്ളി നോക്കിക്കഴിഞ്ഞിട്ട് ഞാനും ചുമ്മാ. അന്നും എനിക്ക് ഇത്രയും താടിയുണ്ട്, പുക്കളിൻ്റെ അവിടെ നീളമുള്ള താടിയൊക്കെ ഉണ്ട്. സ്തോത്രം. പുള്ളി നോക്കിയതുപോലെ നമ്മളും നോക്കിയപ്പം
ഒരങ്കലാപ്പായ പുള്ളിക്ക്. ഇരമ്യാവിൽ പറയുന്നുണ്ട്, അവരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കാണുമ്പോൾ ഭ്രമിക്കരുത്. ഞാൻ പറയാം, നിന്നെ നടത്തുന്നത് ഭൂമിയിലെ ഒരു സർക്കാരുമല്ല, നിന്റെ ഉടയവനാണ്. ഇവിടെ ഒരു വഴിയെ കാണൂ, ദൈവത്തിന്റെ കയ്യിൽ 1000 വഴിയുണ്ട്. ചേർന്ന് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാം? ഞാൻ പറയും, എത്ര വാതിൽ പിശാച് കൊട്ടിയടച്ചാലും പ്രാർത്ഥിക്കുന്നവനൊരു വഴി ഇല്ലാതിരിക്കത്തില്ല. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? എല്ലാ വാതിലും നിന്റെ മുമ്പിൽ അടഞ്ഞാൽ, if you are a man of prayer, definitely he will open a door where there is no way. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കുറെ ദിവസം കൊണ്ട്. പുള്ളി രണ്ടുപേരും ഒരുമിച്ച് ബസ്സേ കയറി. സ്തോത്രം. ഷട്ടിലടിച്ച് വന്ന വണ്ടിയാണ്. ഡ്രൈവർ സീറ്റിൻ്റെ 3 സീറ്റിൻ്റെ ബാക്കിൽ 2 പേരുടെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹം ഇങ്ങനെ സൈഡിലിരുന്നു, ഞാനും കൂടെ ചെന്നങ്ങിരുന്നു. ഫ്രണ്ടിലൊരു കൈ കൊണ്ട് പിടിച്ച് പുള്ളിയുടെ തോളലോട്ട് കൈയിട്ടിട്ട്, സ്തോത്രം, ഇത്രയുണ്ട് ആള്. ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഇച്ചിരി നേരം കഴിഞ്ഞ് എന്താ പറഞ്ഞെന്നറിയാമോ? സേ ബ്ലഡ് ഓഫ് ജീസസ്, സിംപിളി ഫ്രം മൈ ഹാർട്ട്. സ്തോത്രം. ഇനി ഇദ്ദേഹത്തിൽ നിന്ന് ഇളകുന്ന ഇവര് കാത്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ രക്തം ജയം. ഉള്ളിൽ നിന്ന് പറയുക, യേശുവിന്റെ രക്തം ജയം. ഒരു 4-5 പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേന് ഒറ്റയാലടക്കം. നീ ആത്മാവിൽ നിറഞ്ഞ് പറയുന്ന ഒരു സ്തോത്രത്തിന്റെ പവർ നിനക്കറിയത്തില്ല, പക്ഷെ പിശാചിനറിയാം. അതുകൊണ്ടാണ് പൗലോസിനെ കുറിച്ച് സ്കേഫായുടെ മക്കളായ പ്രവാചക മന്ത്രവാദികളോട് പിശാച് പറഞ്ഞത്, യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന നിന്നെ പിശാചിന് പരിചയമുണ്ട്. എന്താ തൊടാത്തത്? നിന്റെ മേൽ കത്തുന്ന ഒരു അഭിഷേകം, കെടാത്ത ഒരു അഭിഷേകം, നിറവിന്റെ ഒരു അഭിഷേകം, ആത്മാവിന്റെ ജ്വലനത്തിന്റെ ഒരു അഭിഷേകം. എന്താ നിന്നെ പാറ്റിക്കളയാൻ പറ്റാത്തത്? എന്താ നിന്നെ ഒടുക്കിക്കളയാൻ പറ്റാത്തത്? എന്താ നിന്നെ തകർത്ത് കളയാൻ പറ്റാത്തത്? നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ. ജലമന ഹതല ഘടകസി ഉടൽ ഖടാ രഗത്തിനി മന്ദൽ പ്രബനം ജുഡാ രഗതിനി അബബൽ ഖദല ഘടകസി. receive the power in the Holy Spirit. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ. yes 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 yes. oh Jesus, oh Jesus. അദ്ദേഹം ടിക്കറ്റ് എടുത്തത് രംഗം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റ്. ഞാൻ കഴിഞ്ഞ് 15 കിലോമീറ്ററോട് അദ്ദേഹത്തിന് പോകണം. പക്ഷെ ബേട്ടാപ്പൂർ എന്ന് പറയുന്ന സ്ഥലം, ഞാൻ ഇറങ്ങുന്നതിന് ഒരു 6-7 കിലോമീറ്റർ മുമ്പ് അദ്ദേഹം തലയെല്ലാം ആട്ടി, നൊരയും പതയെല്ലാം വെളി വന്നു. ഞാൻ പതുക്കെ കയ്യങ്ങെടുത്തു. സ്തോത്രം, സ്തോത്രം. നിന്നെ ബന്ധിക്കുമെന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ചവിട്ടാനുള്ളൊരധികാരം, നിന്നെ ഭയപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അധികാരം തരാൻ പോവുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ബാറ്ററി വിൽക്കണമനെ. അദ്ദേഹം വേഗം ഇറങ്ങി. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിന്റെ ശരീരത്തിലൊന്ന് അറിയട്ടെ.
നിന്റെ തലമുറയിലൊന്ന് അറിയട്ടെ. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇടുന്ന ഫാമിലി ലൈഫിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന പൈശാചിക ശക്തികൾ, ചേരിപ്പോരിന്റെ ശക്തിയിട്ട് കിടക്കമേൽ വരുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇടുന്ന സ്പിരിറ്റ് ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്താൽ അഴിയുകയാ. യെസ്, എൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ 21ാമത്തെ ദിവസം രാവിലത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വരാന്തയിൽ ഇങ്ങനെ വിശ്രമിക്കുക. ഒരു കാളവണ്ടി സഭാകളുടെ ഫ്രണ്ടിൽ കൂടെ വരിക. സ്തോത്രം. അച്ഛൻ്റെ വാലക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മന്ത്രവാദിയാ. ഇങ്ങനെ ഹോളിലോട്ട് നോക്കിയ പുള്ളി തിരിഞ്ഞ് അങ്ങ് പോവുക. ഞാൻ നോക്കിയപ്പം കലവും ചട്ടിയും സാധനങ്ങളും എല്ലാം ഉണ്ട്. പെട്ടെന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി. ബംഗാളിക്കാരൻ്റെ അവിടെ ചെന്നു. क्या आपका पादरी ट्रांसफर हो गया? हाँ जी. क्यों क्यों जा रहा है? ഹലോ, നിന്റെ പാതിരിക്ക് ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ആയോ? हाँ वो तो बोलता है इधर रुक नहीं पाता है. ഹലോ ഹലോ, മുട്ടയിലിരിക്കുന്നവനെതിരെ ആരെഴുന്നേറ്റാലും സ്ഥിരപ്പെടത്തില്ല. പ്രാർത്ഥനാ മനുഷ്യനെതിരെ ഏത് വ്യക്തികൾ എവിടെ ശബ്ദമുയർത്തിയാലും അധിക നാൾ നീണ്ടി നിൽക്കത്തില്ല. നീ വാദിക്കാൻ പോകണ്ട, നീ വെല്ലുവിളിക്കാൻ പോകണ്ട, നീ ചോദിക്കാൻ പോകണ്ട. വചനം എന്ത് പറയുന്നു? ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠം ആക്കുമ്പോൾ നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. എന്തുകൊണ്ട്? ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോക. നീ ദൈവത്തിന് കീഴടങ്ങ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്ക്. ഈ രാത്രി അവൻ നിന്നെ വിട്ടേച്ച് അവൻ ഓടും. വിടുക മാത്രമല്ല, അവൻ ഓടുമെന്ന്. തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികള് ഈ രാത്രി നിന്റെ പ്രാർത്ഥനയുടെ അഗ്നി കത്തി തുടങ്ങിയ ഓ റബാലാശി എല്ലാ സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്, the spirit of argument, yes, pray 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 in the spirit. Oh haraba del kapramana dudana hashasi andal khadana gadaga managa durabalagadini udayara jagalagada digana manahaduni gajagala. യേശുവിന്റെ രക്തം ജയം. ദൈവശക്തി ആവരിക്കട്ടെ, ദൈവശക്തി ആവരിക്കട്ടെ. Yes, 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 yes. മുട്ടുമേരുന്ന് ആരാധിച്ചാട്ടെ, മുട്ടുമേരുന്ന് ആരാധിച്ചാട്ടെ. If it is possible, please kneel down and worship our God. Let the Holy Spirit move like a river tonight. Yes, yes, yes. ഇന്ന് രാത്രി നീ പ്രാപിച്ചു എഴുന്നേറ്റ് പോകാവൂ. അഭിഷേകത്തിന്റെ അധികാരം, അഭിഷേകത്തിന്റെ അധികാരം. യെസ്, ഇന്നലെ വരെ ഞെരുക്കിയിരുന്ന ശക്തികൾ വഴിമാറട്ടെ, 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 വഴിമാറട്ടെ. ഓ, നിന്നെ ദണ്ഡിപ്പിക്കുന്ന ശക്തികൾ വഴിമാറട്ടെ, 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 വഴിമാറട്ടെ. ഈ രാത്രി ഒരു നിറവ് വരട്ടെ, നിറവ് വരട്ടെ, നിറവ് വരട്ടെ, നിറവ് വരട്ടെ. അതാ ലഗദാ അബരാ ദുഗൽ കദാ ദിഗത്തുനി പ്രേമ മന്ദര പ്രബല ഘടകദുസിയ ഉദലരാ ദിഗല ഘടകസി. അഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. യെസ്, be under the anointing of the Holy Spirit. നീ തന്നെ ബ്രേക്ക് ചെയ്യ്, നീ തന്നെ അധികാരം ഏറ്റെടുത്ത് ബ്രേക്ക് ചെയ്യ്. ഒരു പ്രപ്പറ്റിനി നിന്റെ തല കൈവെക്കണ്ട. യെസ്, യെസ്, receive, receive the anointing of the Holy Spirit and declare the victory through the blood of Jesus. Oh, oh.
യൗവനക്കാരുടെ മേലെ അത് പകരട്ടെ, യൗവനക്കാരുടെ മേലെ അത് പകരട്ടെ, സഹോദരി സഹോദരന്മാരുടെ മേലെ അത് പകരട്ടെ. ആർക്കും അടിച്ചു കടത്താൻ കഴിയാതെ ആളിക്കത്തുന്ന ഒരു അഭിഷേകം. എല്ലാ ആഭിചാര ശക്തി അടിയട്ടെ, എല്ലാ ജാതക ശക്തികളും അടിയട്ടെ. നിന്റെ തലമുറയെ കുറിച്ച് വിധി എഴുതി വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ എല്ലാം അടിയട്ടെ, എല്ലാം അടിയട്ടെ, എല്ലാം അടിയട്ടെ. Yes! Power in the blood of Jesus. 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 ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് പറയാൻ പോവാ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം, അവരുടെ ദേവന്റെ പേര് 24/7 പറഞ്ഞുകൊണ്ട് നടക്കും. അന്യദേവന്മാരുടെ പേര് നമ്മുടെ നാവിന്മേലെടുക്കാൻ നമുക്ക് അധികാരമില്ല. ദൈവവചനം നിഷേധിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സ്തോത്രം, 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 സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ, യൗവന കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഓരോ ബ്രീത്തിനും ഉള്ളിൽ ബ്ലഡ് ഓഫ് ജീസസ് പറഞ്ഞുകൊണ്ട് നടക്കണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോ ഉള്ളിൽ എന്താ പറയണം മക്കളെ? ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, എന്താ പറയണം മക്കളെ? ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. യെസ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുമ്പോ ഉള്ളിൽ ബ്ലഡ് ഓഫ് ജീസസ് പറഞ്ഞുകൊണ്ട് നടക്കുക. സഹോദരന്മാരെ, ബ്ലഡ് ഓഫ് ജീസസ് പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ പറയുന്നു, നിന്റെ ഓഫീസിനകത്ത് ഭൂതവിളകും. നിന്റെ നേഴ്സിംഗ് കൗണ്ടറിനകത്ത് അശുദ്ധാത്മാവ് ഇളകുമെന്ന്. ഇറ്റ്സ് നോട്ട് ജോക്ക്. When the Holy Spirit power will move, every darkness spirit will come out. Oh, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ആത്മാവിൽ നടക്കാൻ ശീലിക്കണം. 2 മണിക്കൂർ കഴിഞ്ഞ് വെച്ച് ബാക്കി 22 മണിക്കൂർ ഇന്റർവെലാ. ഈ ഇന്റർവെൽ ടൈം നീ നടക്കണം. ഹലോ, ഹലോ, പ്രൈസ് ഗോഡ്. ഉള്ളിൽ അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ. പുനലൂർ ജയഭാരതം മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ ഞാൻ 5.5 വർഷം ചാപ്ലൈനായിരുന്നു. എൻ്റെ സ്റ്റോറി പറയാൻ എനിക്ക് സമയമില്ല. ഞാനൊരു ഇൻസിഡന്റ് പറയാൻ വരിക. സ്തോത്രം. ഇപ്പൊ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ച വിഷയം എന്താ?
Power of the blood of Jesus. Praise God. There is power in the blood of. ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ. അത് പറയുമ്പോ തന്നെ പ്ലഗിനാ, ചാർജ് കേറുക. നിന്നെ ഞെരുക്കുന്ന ശക്തിക്ക് പിന്നെ സ്പേസ് ഇല്ല. നെഗറ്റീവ് എനർജിയും കൊണ്ട് വരുന്നതിനെ ഷൂട്ട് ചെയ്യുന്നതാ ബ്ലഡ് ഓഫ് ജീസസ്. എവരി അൺബിലീവിനെ ഷൂട്ട് ചെയ്യുന്നതാണ് ദ ബ്ലഡ് ഓഫ് ജീസസ്. എല്ലാ ഡോറുകളും ക്ലോസ് ആക്കാൻ വരുന്ന ഈവിൾ ഫോഴ്സിനെ ഷൂട്ട് ചെയ്യുന്നതാണ് ബ്ലഡ് ഓഫ് ജീസസ്. നിന്റെ കുഞ്ഞിന്റെ മെമ്മറി പവറിനെ നശിപ്പിക്കുമെന്ന് പറയുന്ന ശക്തിക്കെതിരെയുള്ള ആയുധമാ ബ്ലഡ് ഓഫ് ജീസസ്. ബ്ലഡ് ഓഫ് ജീസസ്. നിന്റെ നന്മകളെ കവരുന്ന ശക്തിക്കെതിരെയുള്ള ആയുധമാ ബ്ലഡ് ഓഫ് ജീസസ്. ചേർന്ന് സ്തോത്രം ചെയ്യാമോ? Yes. Power. Oh. Power in the blood of Jesus. ഇന്നേക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് UK-ൽ എൻ്റെ 2 സ്റ്റുഡൻസ് ഉണ്ട്. അവരെനിക്ക് മക്കൾക്ക് തുല്യമാണ്. സ്തോത്രം. ചർച്ചിൽ വർഷിപ്പിന് പോയി. കുഞ്ഞിൻ്റെ അവനെ 12 മാസമാകുന്നേ ഉള്ളൂ. എൻ്റെ കൊച്ചുമോടെ അത്രയേ പ്രായമേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ മോണയുടെ അവിടെ എങ്ങനെയോ ഒരു മുറിവുണ്ടായി. ബ്ലീഡിങ് ഹെവിയായി. സ്തോത്രം. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് അവിടെ എടുത്തില്ല. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് അവിടെ എടുത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ലണ്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. തുണികൾ പലതും മുങ്ങി. എന്നെ വിളിച്ചു, പാസ്റ്ററെ കുഞ്ഞിന് ഹെവി ബ്ലീഡിങ്ങാ, ഞങ്ങളിപ്പോൾ ലണ്ടൻ ഹോസ്പിറ്റലിലോട്ട് പോവാ, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ജനിച്ച കുഞ്ഞാത്. സ്തോത്രം. ഞാൻ ദൈവസനെ കരഞ്ഞപ്പാ അടി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ കുഞ്ഞാത്. അങ്ങ് മനസ്സലിയണം. ചാടിക്കേറി പ്രാർത്ഥിക്കരുത്. ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞേ പ്രാർത്ഥിക്കാവൂ. അതിനുള്ള വഴി എന്താ? 34 സങ്കീർത്തനം 18 വാക്യം. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നിയർ ടു ഗോഡ്. സ്തോത്രം. ഫാർ ഫ്രം ഡെവിൾ. സ്തോത്രം. ഹൃദയം നുറങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ. 51 സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ. അപ്പൊ ഒന്ന് നുറുക്കപ്പെട്ട് ഒരേകാഗ്രത കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയുടെ റലം മാറും. നോർമൽ പ്രയറിൽ നിന്ന് ആത്മമണ്ഡലത്തിലെ പ്രാർത്ഥനയിലേക്ക് കയറുമ്പോൾ മാത്രമേ ഉയരത്തിലെ ശക്തിയുടെ സ്വാധീനം ആ വിഷയത്തിൽ വലയം ചെയ്യും. സ്തോത്രം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദൈവസാന്നിധ്യം ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ തുടങ്ങി. ദൈവസാന്നിധ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രേക്ക് ത്രൂ ഉണ്ട്, അതിന് വിടുതലുണ്ട്. എത്ര കരിങ്കട്ടാണേലും, എത്ര കൂച്ചുവിലങ്ങിടുന്ന വിഷയമാണെങ്കിലും നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്നെങ്കിൽ 100% ദൈവം അപ്രൂവ് ചെയ്യുക. വിടുതലുണ്ട്. ചേർന്ന് രാമീം പറയാമോ? സ്തോത്രം. അവരിപ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. പ്രാർത്ഥിച്ചു. ഞാൻ ജൂലിയോടും ജിമ്മിയോടും പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും വീട്ടിൽ പൊക്കോളാൻ. അവിടെ ചെന്നു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പായി. പ്രാർത്ഥിച്ച വാചകം എന്താണെന്നറിയാമോ?
അപ്പൊ അങ്ങയുടെ രക്തം അതിലോട്ടങ്ങ് വെക്കണേ. അന്നേരം അത് ഫ്രീസായെന്ന് പിടികിട്ടുന്നുണ്ടോ? ആമേൻ. എവിടെയാണ് തകർച്ച, അവിടോട്ട് ഇത് വെച്ചങ്ങ് ലോക്ക് ചെയ്യണം. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ പേഴ്സ് കാലിയാകുന്നെങ്കിൽ വലിച്ചൂറ്റിക്കൊണ്ടുപോകുന്ന, ചോർത്തിക്കളയുന്ന, നിന്നെ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണ്ഡലങ്ങൾ ഈ രാത്രി ആത്മാവിൽ വെട്ടാൻ തയ്യാറാകണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് ഈ ദൂത് ഏറ്റെടുക്കാൻ പറ്റും? യെസ്, യേശുവിന്റെ രക്തത്തിൽ നിന്നെ, നിന്റെ കൂട്ടാളി, നിനക്കുള്ള സകലത്തെ ഈ രാത്രി കവർ ചെയ്ത് സ്തോത്രം ചെയ്യാൻ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ ഒരിക്കലും കാണത്തില്ല. മെന്റൽ ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ ചാപ്പലിൽ പ്രസംഗം കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ആളുകൾ മുന്നോട്ട് വരും. ഒരു കൊടും മന്ത്രവാദി അദ്ദേഹത്തെ സെല്ലിൽ അടച്ചിരുന്നു. രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. സ്തോത്രം. പ്രേയറിന്റെ സമയം കഴിയുമ്പോൾ അദ്ദേഹം മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, പക്ഷെ എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പെന്തിക്കോസ് പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു അതെ. മുടിക്കാൻ ഞാൻ ഒത്തിരി മന്ത്രവാദം ചെയ്തതാ, പക്ഷെ ഒന്നും നിങ്ങൾ കേൾക്കത്തില്ല. ഇതാരാ പറയുന്നേ? വചനം പറയുന്നു. സ്തോത്രം. മന്ത്രവാദം, അതെ ഹമേൻ, അതെ മന്ത്രം ഫലിക്കാത്ത അണലിയെ ഞാൻ അയക്കുമെന്ന് ദൈവവചനമുണ്ട്. ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ചെയ്യും. ആഭിചാരം ചെയ്ത മന്ത്രവാദിക്ക് ഭ്രാന്ത് പിടിച്ച് അവിടെ വന്നെന്ന്. ആർക്കെതിരെ? ദൈവ മക്കൾക്കെതിരെ. സ്തോത്രം ചെയ്തില്ല. ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞോളണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ എത്ര മന്ത്രം ചൊല്ലിയാലും നിങ്ങളുടെ മറുഭാഷയുടെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, പ്രാപിക്കണമെന്ന്. നീ പ്രാപിക്കണമെന്ന്. നിന്റെ കുഞ്ഞുങ്ങളെ ആത്മാവിൽ നിറഞ്ഞ് നീ അനുഗ്രഹിക്കണം. അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യട്ടെ. അവസരം നോക്കി ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അതൽ പ്രമന ഘടകസി ഉടരഗദന ഹദലഗടഗബ അതലരഗ ധിനിഗടഗമബ രഗദന ശിവലഗടയ. ഞാൻ ഭുജിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഇതുവരെ അടിച്ചിട്ടില്ലാത്ത കൊടുങ്കാറ്റ് ഇത് അടിക്കാൻ പോകുന്നു. ഞാൻ വാക്യത്തിൽ കയറി ഒരു പിടിപിടിച്ചു. കാറ്റ് നിന്റെ ഉറയിൽ നിന്ന് വരുന്നു. അപ്പൊ അടിയൻ എന്താ ചെയ്യേണ്ടി? ഹലോ, ഒരു വേദനയുടെ വിഷയം നിന്റെ കാതിൽ ദൂതായി കേൾക്കുന്നെങ്കിൽ ഓർത്തോണം, അത് നിന്നെ പണിയാനുള്ള പണിപ്പുരയാ. തട്ടാൻ സ്വർണം തീയിലിട്ടിട്ട് എക്സ്കർഷൻ ഒന്നും പോകുമെന്ന് വിചാരിക്കണ്ട, അവിടെ ഇരിക്കും. തലയിലെ മുടിയും കാലിലെ പൊടിയും എണ്ണിയ സർവശക്തൻ നിന്നെ ഓമനപ്പേർതിൽ വിളിച്ച് ഉള്ളങ്കയിൽ വരച്ച് തീമതിലും പട്ടാളമായി നിന്നെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവൻ നിന്നെ കളഞ്ഞേച്ചു പോകാൻ അവൻ മനുഷ്യനല്ല. ജുബൽ പ്രമന ഹത്തുരി ഉഡിരിഗദല ഗഡഗസി അന്തരാധികല ഹഡഗമരഗസി ഉദലരഗദിനിയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, സഭയായി 7 ദിവസം ഉപവസിക്കണം. ഞാൻ ജനം അറിയാതെ ആദ്യം 7 ദിവസം ഇരുന്നു. കാരണം ജനത്തെ ഒരുക്കാൻ വേണ്ടി ഞാൻ ഇരുന്നത്. ദൈവമക്കളെ, തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗോതമ്പ് മണി, ബാക്കി പറ, നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയേയിരിക്കും. പിന്നെ വളരെ ഈജിപ്തിലെ ഒരു ശവകുടീരം തുറന്നപ്പോൾ 3000 വർഷമുള്ള ശവകുടീരത്തിനകത്ത് ഇതാ
ഒരു പാത്രം പൊട്ടിച്ചപ്പോൾ അതിനകത്ത് നല്ല മേൽത്തരമായ ഗോതമ്പ. അവരതെടുത്തു, ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുപോയി ഇംഗ്ലണ്ടിലെ ലാബിൽ അത് വെച്ച് അവരതിനെ മുളപ്പിച്ചു. സ്തോത്രം. വെച്ചത് 3000 വർഷങ്ങൾക്ക് മുമ്പാ, മുളച്ചതോ 3000 വർഷത്തിന് ശേഷമാ. എന്താ സംഗതി? കൊള്ളാം, കിളിർക്കണേ ചാകണം. ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. നീ 30% ചാകാൻ ഏൽപ്പിച്ചെങ്കിൽ 30% റിസൾട്ട് വരും. നീ 60% ചാകാൻ ഏൽപ്പിച്ചാൽ 60% വരും. 100% ദൈവത്തിന് വേണ്ടി ചാകാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ 100% അതിന് റിസൾട്ട് ഉണ്ടാകും. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. എന്റെ ഉള്ളം നന്ദിയാൽ നിറയുകയാണ്. ഈ രാത്രിയിൽ ഏഴയായ അടിയൻ 39 വർഷം കർത്താവിന്റെ വേല ചെയ്തിട്ട് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയും, ഈ ലോകത്തിലൊന്നും പ്രത്യേകിച്ച് ഞാൻ നേടിയിട്ടില്ല, എന്നാൽ ആയിരക്കണക്കിന് ആത്മാക്കളെ എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. Yes, yes, yes. Pray with loud voice. Pray with loud voice. Yes, yes, yes. Yes, yes. Oh. Yes. Hurra. Sada ragajana. Amama ragadane. Udala ragadinigadala hadalaga dagaba baba ragadana. Yes, 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 yes. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി പറഞ്ഞാട്ട്, ഉള്ളിന്ന് പറഞ്ഞാട്ട്. ഓ, നിങ്ങളെ എവിടെയൊക്കെ ലോക്ക് ചെയ്തു, എവിടെയൊക്കെ തളർത്തി, എവിടെയൊക്കെ നിങ്ങളെ ഒതുക്കി, എവിടെയൊക്കെ നിങ്ങളെ തകർത്തു, എവിടെയൊക്കെ നിങ്ങളെ സ്റ്റീൽ ചെയ്തു, ഇന്ന് രാത്രി അതെല്ലാം പുറത്തു വരട്ടെ, അതെല്ലാം പുറത്തു വരട്ടെ. എല്ലാ മേഖലകളിലും ഒരു ദൈവിക വിടുതൽ രാത്രി വെളിപ്പെടേണ്ട കർത്താവ് യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒരു റിലീസ്. മറക്കാൻ കഴിയാത്തൊരു അനുഭവത്തിന്റെ രാത്രിയായി തീരട്ടെ. യെസ്, 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 യെസ്. Hura baba sadala mada amara jalagada haduniga dalagada baba. Oh Jesus. Oh Jesus. ആവശ്യബോധത്തോടെ കരഞ്ഞാട്ട്, ആവശ്യബോധത്തോടെ. ഇന്ന് കണ്ട മിസ്രൈമിന് ഇനി ഒരു നാൾ നീ കാണരുത്. ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി അവൻ ഓടിപ്പോകും. ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യെസ്, 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 യെസ്. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ അത് നിറവോടെ വെളിപ്പെടട്ടെ, നിറവോടെ വെളിപ്പെടട്ടെ, നിറവോടെ വെളിപ്പെടട്ടെ. യെസ്, 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 യെസ്. ഓ റബാ സദരഗ തുനിഗദല അബവൽ കദാലഗത്തിനി പ്രേമജാനഗദഗസിയ. ഇന്നലകളിൽ കാർന്നു നിന്ന ശക്തികൾ, ഇന്നലകളിൽ ഞെരുക്കിയ ശക്തികൾ, രോഗം മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, രോഗാത്മാവായി നിന്നെ പൊരുതുന്ന ശക്തികൾ, ഹാർട്ടിനോട്, ലങ്സിനോട്, യെസ്, 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 ആരോഗ്യത്തെ കാർന്നു നിന്ന എല്ലാ ഈവിൽ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. Yes, yes. Oh, 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 oh. Power, power in the name of Jesus. Yes, yes. ചിലരെ ശക്തിയോടെ ദൈവാത്മാവ് ഇറങ്ങുകയാ. ചിലതിനെ ശാസിച്ച് അമർച്ച ചെയ്യുവാനുള്ള അധികാരം ദൈവാത്മാവ് പകരുകയാ. ഓ റബാസി, ചിലതിനെ ശാസിച്ച് അമർച്ച ചെയ്യാനുള്ള അധികാരം. ഓ റബാസി പ്രേമ ജുഡായ
ഹണ്ടരാധികല ഘടകദിനി അടയ പ്രഭാ ലഗത്തന ദീപാ രഗജന ഉടരെ മനഗജ ലഗജന ഹമന ബടബലഗ ധിനിഘടകസ്യ അന്തൽ ഘാരഗസ്യ മർഥരെ പ്രമന ബടഗലഗസ്യ. Oh Jesus, oh Jesus. വെളുപ്പിന് 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. 5 മണി 6 വരാന്തയിലൊരു കാലൊച്ച. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ വരാന്ത മുഴുവൻ ബ്ലഡ്, മടുക്കകത്ത് വെള്ളം കുടിക്കുന്നതിന് മണ്ടേ ബ്ലഡ്, ടോയ്ലറ്റിൽ ബ്ലഡ്, ബാത്റൂമിൽ ബ്ലഡ്, സ്റ്റെയർകേഴ്സ് മുഴുവൻ ബ്ലഡ്. പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, നമ്മൾ ആ മുറിയുടെ പിറകിലുള്ള ജനാല തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ എൻ്റെ ആ ജനാലയോട് ചേർന്നൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകുക. നോക്കിയപ്പോൾ ഒരു കുപ്പിന്ന്. കർത്താവിനെ തലേന്ന് കാണിച്ചു, ആടിനെ അറുത്ത് ആഭിചാരം ചെയ്തു കൊണ്ടുവരിക തട്ടാൻ. ഹലോ, എനിക്ക് വേണ്ടി കാൽവറിയിൽ ഒരു ആട് അറുത്തിട്ടുണ്ട് നേരത്തെ. ആ രക്തം കൊണ്ട് സകല ഗോത്രത്തെയും പറ ഭാഷക്കാരെയും ജാതിക്കാരെയും വിലയ്ക്ക് മേടിച്ചതാ എന്നെ കവർ ചെയ്തിരിക്കുന്ന, നിന്നെ കവർ ചെയ്ത്, നിന്റെ കുടുംബ ജീവിതത്തെ കവർ ചെയ്തിരിക്കുന്ന, നിന്റെ തലമുറയെ കവർ ചെയ്തിരിക്കുന്ന, സ്വർഗം നിന്റെ വീട്ടിൽ തന്നിരിക്കുന്ന സകലതിനെ കവർ ചെയ്തിരിക്കുന്ന ബ്ലഡ് ഇവിടുത്തെ ആടിന്റെ അല്ല. കഴുകണേ യേശുവേ തിരുരക്തത്താ, നിർമ്മലമാക്കണേ നിന്നിണത്താ. കഴുകണേ യേശുവേ തിരുരക്തത്താ, നിർമ്മലമാക്കണേ നിന്നിണത്താ. വചനത്താൽ എന്നുള്ള നിറയ്ക്കേണമേ, സംശയങ്ങൾ എല്ലാം മാറ്റേണമേ. വചനത്താൽ എന്നുള്ള നിറയ്ക്കേണമേ, സംശയങ്ങൾ എല്ലാം മാറ്റേണമേ. കഴുകണേ യേശുവേ തിരുരക്തത്താ, നിർമ്മലമാക്കണേ നിന്നിണത്താ. കഴുകണേ യേശുവേ തിരുരക്തത്താ, നിർമ്മലമാക്കണേ നിന്നിണത്താ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ, അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ, അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി ഞാൻ നിന്നിടുവാൻ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. നീടുവാൻ ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ, അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ, അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി ഞാൻ നിന്നിടുവാൻ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി നീ. പാസ്റ്റർജി നിങ്ങളുടെ മൊബൈലിൽ ഇട്ടിട്ടുണ്ട്. സ്തോത്രം. എല്ലാവർക്കും ആ പാട്ട് അതിനകത്ത് കണ്ടു പാടാം. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി ഞാൻ നിന്നിടുവാൻ. ഒരിക്കൽ കൂടെ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ. മുട്ടുമേലിരുന്ന് പാടാമോ?
അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. അഭിഷേകത്താൽ എൻ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി ഞാൻ നിന്നിടും. ഓ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ജീസസ് ദൈവത്തിൻ നാവായി നിന്നിടുവാ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. ശത്രുവിൻ അകപ്പെടാതെ അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി നിന്നിടുവാ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ഓ നിന്നെ ഒരിക്കൽ കൂടെ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി നിന്നിടുവോ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി നിന്നിടുവാൻ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. ദൈവത്തിൻ നാവായി നിന്നിടുവാൻ. അഭിഷേകത്താൽ എന്നെ അഭിഷേകത്താൽ നിറയ്ക്കേണമേ. അഭിഷേകത്താൽ എന്നെ നമ്മളെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. ഡോക്ടർ സിബിക്കായും ജെയിംസ് ചാനായും നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം. ബിൽസ് ചാനും അമ്മയും ഡോക്ടർ സിബിക്കായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അവർ ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് അഴിയണം. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തിന്റെ നടുവിലാണ് തൻ്റെ മക്കൾ വന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വാരിയെറിഞ്ഞവരാണവർ. ഇന്ന് രാത്രി ദൈവം അവരുടെ മുഖത്തെ ആദരിക്കണം.
വരും ദിവസങ്ങൾ അവർ ഈ കൂട്ടായ്മയായി സഹകരിച്ചു പോകാൻ ദൈവാത്മാവരെ നിയോഗിക്കും. അവർ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവരെ ഉണർത്താൻ പോവുകയാ. ഒന്ന് അന്യഭാഷയിൽ ഒരുമിച്ചൊന്ന് പിടിച്ചേ. അചല റഗധുനാര അത്തൽ പ്രമന രഗദഗസി. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് വന്നാട്ടെ. സ്തോത്ര സ്തോത്ര. കം പ്ലീസ് കം ഹിയർ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്ര സ്തോത്ര സ്തോത്ര. ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പാ. റൗണ്ടായിട്ട് നിൽക്കേ. എല്ലാവരും റൗണ്ടായിട്ട് നിൽക്കുക. യെസ്, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അവരുടെ നേർക്കൊന്ന് കൈ നീട്ടിക്കേ. അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പോവുക. അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും അവരുടെ നേർക്ക് കൈ നീട്ടിക്കാട്ടെ. യെസ് യെസ് യെസ്. നിങ്ങൾ ആത്മാവിൽ നിറയണം. നിങ്ങൾക്കറിയാം, 3 കല്ല് 3 സ്ഥലത്തിരുന്നാൽ കല്ല, അടുത്തു വന്നാൽ അടുപ്പ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന തീക്കനലാണെങ്കിൽ ആത്മാവിന്റെ ചൂളക്കകത്ത് ഈ വിഷയം ഇന്നിട്ട് കത്തിക്കുക. അഭിഷേകത്തിന്റെ തീജ്വാല ഈ വിഷയത്തിൽ മേൽ ഇന്ന് രാത്രി വെളിപ്പെടണം. എല്ലാവരും ചേർന്ന് അധികാരത്തോടെ അന്യഭാഷയിൽ നിയോഗത്തോടെ പ്രാർത്ഥിക്കട്ടെ. യെസ്. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്. അന്യഭാഷയെ പ്രാർത്ഥിച്ചാട്. ഇന്ന് കണ്ട മിസ്രൈമിന് ഇനി ഒരു നാളും കാണരുത്. 150 ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞ് ഇന്ന് രാത്രി ദൈവസഭ വച്ചിരിക്കുന്ന വിഷയത്തിന് ഒരത്ഭുത വിടുതൽ. അവരെ ഞെരുക്കുന്ന ശക്തികൾ അവരുടെ ഭവനം വിട്ടുപോകട്ടെ. അവരെ അലട്ടുന്ന വിഷയത്തിന് ഈ രാത്രി സ്വർഗം പരിഹാരം കൽപ്പിക്കട്ടെ. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു, സങ്കടങ്ങൾ അറിയുന്നു. എന്റെ ജനത്തെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എഴുതിയിരിക്കുന്ന വചനം പോലെ. അഭിഷേകം നിമിത്തം ഇന്ന് രാത്രിയിൽ നുകം തകരുകയാണ്. അഭിഷേകം നിമിത്തം ഇന്ന് രാത്രി നുകം തകരുകയാണ്. ഒതുക്കി വെച്ചിരിക്കുന്നതായ അവനെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. പൗലോസിന്റെ കയ്യിൽ നിന്ന് അവൻ അണലി ചുറ്റിയ അണലി ഈ രാത്രിയിൽ അലറിയ തീക്കകത്തോട്ട് കുടഞ്ഞു കളയുകയാണ്. യേശുവിൻ നാമത്തിൽ അവൻ പ്രാണനെ പോലും അപകരിക്കുവാൻ തക്കണം വെല്ലുവിളിച്ചുകൊണ്ട് പോരാടി നിന്നതായ ദൂതപിശാചേ, യേശുവിൻ നാമത്തിൽ നിന്റെ അധികാരങ്ങളുടെ മേൽ ജയമെടുക്കുകയാണ്. യേശുവിൻ നാമത്തിൽ. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. സ്വർഗ്ഗപിതാവേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാകുന്നു. തിരുരക്തം ഞങ്ങളുടെ പാപത്തെ മാത്രമല്ല കർത്താവേ, ഞങ്ങൾ സകലത്തെയും ക്രമീകരിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ അവസ്ഥയെ അറിയുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. തിരുരക്തം ഞങ്ങളുടെ നന്ദി അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുന്നു കർത്താവേ. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ സമാധാനത്തോടെ ഞങ്ങൾ കടന്നു പോകട്ടെ. ക്രിസ്തുയേശുവിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ശുശ്രൂഷിപ്പാൻ ദാസനെ ബലപ്പെടുത്തിയല്ലോ. നാളെ ഞങ്ങൾ വീട് കടന്നു വരുമ്പോൾ കർത്താവേ, ഈ സന്തോഷത്തോടെ കടന്നു വന്ന് നിന്ന് പ്രാപിപ്പാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനാജകൾ നന്ദി പറയുന്നു കർത്താവേ. അവർ മടങ്ങി പോകുമ്പോൾ ദൈവങ്ങളുടെ സ്ഥാനത്തോട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മഹത്വം അങ്ങേക്ക് പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സവാസവും നമ്മോടും ഇന്ന് രാത്രി വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും കർത്താവിന്റെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. നാളെ പിന്നെയും 7:30 ഇവിടെ കൂടിച്ചേരാം. പ്രൈസ് ദി ലോർഡ്.